4 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി ഏറുകയാണ്. 7 പേരെ കാണുവാൻ ഇല്ല, മണ്ണിലടിയിൽ അകപ്പെട്ടു പോയോ എന്ന സംശയം ബലപ്പെടുന്നതിനിടെയാണ് ഇപ്പോൾ അതിൽ നിന്നും ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തതായി പറയുന്നത്. തിരച്ചിൽ ഊർജിതമാണ്. NDRFന്റെ കൂടുതൽ സംഘങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ കള്ളാടി പ്രദേശത്തെ കമൽ ഇപ്പോൾ തയ്യാറാണ്. കമൽ, 4-മതൊരാളുടെ മൃതദേഹം ലഭ്യമായിരിക്കുകയാണ്. മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും വെല്ലുവിളി ഉണ്ടോ കാലാവസ്ഥ സംബന്ധിച്ചൊക്കെ? പ്രജീഷ്, ഏറ്റവും വലിയ വെല്ലുവിളി ഈ മണ്ണ് കൂടിക്കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. യന്ത്രസഹായത്തോടെ മാത്രമേ ഇത് മാറ്റാൻ കഴിയുകയുള്ളൂ. ഇടവിട്ട മഴ പെയ്യുന്നുമുണ്ട്, അത് ഒരു വെല്ലുവിളിയാണ്. പക്ഷേ ശക്തമായ മഴ കുറച്ച് മാറി നിൽക്കുന്നു എന്നത് ആശ്വാസമാണ്. പക്ഷേ യന്ത്രസഹായത്തോടെ അല്ലാതെ വലിയ രീതിയിലല്ലാതെ ഈ തെരച്ചിൽ മുന്നോട്ട് പോവില്ല. കാരണം മണ്ണ് അത്രയും ഉയരത്തിലാണ് റോഡിലടക്കം കൂടിക്കിടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ശ്രമങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. കഠിനമായ പരിശ്രമമാണ് എല്ലാ രക്ഷാപ്രവർത്തന ഏജൻസികളും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ നടത്തുന്നത്. എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് മിസ്സിംഗ് ആയ മുഴുവൻ ആളുകളെയും കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ മുതൽ നമ്മൾ പറയുന്ന ആശങ്ക, ഈ മറുവശത്തുള്ള ആളുകൾ, അതുപോലെ അവിടെ നിന്ന് പുറത്തേക്ക് ജോലിക്കും പഠനത്തിനും പോയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ, അവർ 2 ഭാഗത്തായിട്ടുണ്ട്. പുറത്തുള്ള ആളുകൾക്ക് സുരക്ഷിതമായി ഇന്ന് വൈകിട്ടൊക്കെ അവർക്ക് അങ്ങോട്ട് പോകാനുള്ള സാഹചര്യം എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. അവരെ സുരക്ഷിതമായി ആക്കേണ്ട സാഹചര്യമുണ്ട്, സ്കൂൾ കുട്ടികളെ അടക്കം. ആ കാര്യങ്ങളിലൊക്കെ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ആവശ്യമുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളടക്കം നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ തൊഴിലാളികളുമായി എത്തിയ ബസ് ഒലിച്ചുപോയി. പള്ളിയും വീടും ഒക്കെ തന്നെ മണ്ണിനടിയിലാണ്. ആ ദുരന്തത്തിന്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരുപാട് പേർ അകപ്പെട്ടിരിക്കാനുള്ള സാധ്യത നേരത്തെ സംശയങ്ങളായി പലരും പറഞ്ഞു. ഈ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയ ആ സമയത്ത് എത്തിയ ആളുകളൊക്കെ തന്നെ നമ്പറിന്റെ കാര്യത്തിൽ 10-18 പേർ അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏകദേശമൊക്കെ കണക്കുകൾ കമ്പനിയാണ് ഇനി നൽകേണ്ടത്. കമ്പനിയുടെ ഭാഗത്തുനിന്ന് എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശേഖരിക്കാനുള്ള സംവിധാനമായിട്ടുണ്ടോ? കമ്പനിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലൊക്കെ ഉള്ള അറിയിപ്പ് എങ്ങനെയാണ്? എത്ര പേർ അകപ്പെട്ടു എന്ന കൃത്യമായ വിവരങ്ങളിലേക്ക് ഇപ്പോഴും പോകാൻ ജില്ലാ ഭരണകൂടത്തിനൊന്നും കഴിയുന്നില്ലേ? ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റാശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആളുകളുടെയൊക്കെ കണക്കുകൾ പ്രധാനപ്പെട്ടതാണ്. 9 പേരെ വിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായി അറിയിപ്പ് നൽകുന്നുണ്ട് അവിടെ നിന്ന് മുഹമ്മദ് ഷഹീദ്. മറ്റാശുപത്രിയിലേക്കോ താലൂക്ക് ആശുപത്രിയിലേക്കോ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? കമൽ, എങ്ങനെയാണ്? എത്ര പേർ ദുരന്തത്തിൽ പെട്ടു എന്നൊരു കണക്ക് ഇപ്പോഴും കൃത്യമായി ലഭ്യമാണോ? അത് സംബന്ധിച്ച് ചെറിയൊരു അവ്യക്തത ഇപ്പോഴും ഉണ്ട്. 18 പേർ എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെല്ലാം തന്നെ വിംസ്, അതായത് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. മറ്റ് ആശുപത്രികളിൽ ആരെങ്കിലും ഉള്ളതായി അറിയുകയില്ല. 4 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. മറ്റ് ആളുകളെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. അതിനുള്ള തെരച്ചിൽ തുടരുക തന്നെയാണ്. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ അതിലൊരു കണക്ക് കൃത്യം ഇപ്പോഴും അല്ല എന്നുള്ള ഒരു ആശങ്കയുണ്ട്. കാരണം തൊഴിലാളികൾ പല ഭാഗത്തും ഇന്ന് ഈ പറഞ്ഞതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അവധി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര തൊഴിലാളികൾ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു എന്നതിലൊക്കെ അവ്യക്തതയുണ്ട്. എന്തായാലും മിസ്സിംഗ് 18 പേർ എന്നുള്ളത് തന്നെയാണ് കമ്പനി ആദ്യം ഔദ്യോഗികമായി നൽകിയത്. അതിൽ ആശുപത്രിയിലുള്ളവരുണ്ട്. ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്തുള്ള ആളുകളെ ഒക്കെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ടോ? മാറ്റിയിട്ടുണ്ടോ? 3 ആയിട്ടുണ്ട്. പ്രജീഷ്, ഇപ്പോൾ ലഭിക്കുന്നൊരു വിവരമനുസരിച്ച് 3 മൃതദേഹങ്ങൾ തന്നെ കണ്ടെടുത്തിട്ടുള്ളൂ എന്നാണ് സ്ഥിരീകരിക്കുന്നത്. ഈ 4 പേർ എന്നുള്ളത് നമുക്ക് നേരത്തെ അനൗദ്യോഗികമായി വിവരം ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു മൃതദേഹം ചൂരൽമല ആശുപത്രിയിലേക്ക് മാറ്റി എന്നത് സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ നേരത്തെ നിലനിന്നിരുന്നു. ഇപ്പോഴും ഔദ്യോഗികമായി അറിയിക്കുന്നത് 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആശുപത്രിയിലുള്ളവരെ കൂടാതെ ഒരു 6-7 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ കമൽ, അവിടെ നിന്നുള്ള ആളുകളെയൊക്കെ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. പ്രദേശത്ത് ഒറ്റപ്പെട്ട ആളുകളുണ്ട്, ഭയപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. കണക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോയ മേഖല ഉണ്ടായിരിക്കാം. കാരണം വലിയ ഒരു മണ്ണിടിച്ചിലാണ്. ഒരു പാലം മുഴുവൻ ഒലിച്ചു പോകുമ്പോൾ ആ പ്രദേശം 2 ഭാഗം ഒറ്റപ്പെടാം. മാത്രമല്ല, റെഡ് അലർട്ട് നൽകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്ത് മലയോര മേഖലയിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഉള്ള തയ്യാറെടുപ്പുകൾ മാറ്റി തുടങ്ങിയിട്ടുണ്ടോ?
പ്രജീഷ്, നേരത്തെ നമ്മൾ തത്സമയം കൊടുത്ത ദൃശ്യങ്ങളിൽ ഏതാനും പേരെ ഈ സമീപത്തെ ഉന്നതിയിലുള്ള കാട്ടുനായിക്ക വിഭാഗത്തിൽപ്പെട്ട ഗോത്ര വിഭാഗക്കാരെ കുറച്ചുപേരെ മാറ്റുന്ന ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ തത്സമയം നൽകിയിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ ഭാഗം അത്ര വലിയൊരു ജനവാസ മേഖലയല്ല. ഈ റോഡരികിൽ 2 വീടുകളും ഒരു റെസ്റ്റോറൻറ്റുമാണ് ആകെയുള്ളത്. ഒരു താൽക്കാലിക നിസ്കാരത്തിനുള്ള ഒരു ശ്രാമ്പിയുണ്ട്. മറ്റെല്ലാം ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ജനവാസ മേഖലയല്ല ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ പാലം തടസ്സപ്പെട്ടത് കൊണ്ട് തന്നെ മറുകരയിൽ ഒരുപാട് ആളുകൾ ഉണ്ട്. അവരെ സുരക്ഷിതരാണ്, പക്ഷേ അവർക്ക് പുറം ലോകവുമായുള്ള കണക്ടിവിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അവിടെ നിന്ന് കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് പോയിട്ടുണ്ട്, ആളുകൾ ജോലിക്ക് പോയിട്ടുണ്ട്. അവർക്ക് തിരിച്ചെത്താൻ പറ്റാത്ത സാഹചര്യം. മഴയുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥ അപ്ഡേറ്റ് വരുന്നത് രാവിലെ 8:30 മുതൽ ഇന്ന് രാവിലെ, അതായത് ഇന്നലെ രാവിലെ 8:30 മുതൽ ഇന്ന് രാവിലെ 8:30 വരെ 226 മില്ലിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഏറിയ തോതിൽ മഴ പെയ്തു. ഇന്ന് രാവിലെ 8:30 മുതൽ 3:30 വരെ, അതായത് 3 വരെ, അല്പസമയം മുമ്പ് വരെ 57 mm മഴ. അപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ ആ പ്രദേശത്ത് മഴ പെയ്തിട്ടുകൂടി അലർട്ട് കൃത്യമായി നൽകാൻ കഴിഞ്ഞോ? ഈ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ അധിവസിക്കുന്ന മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് പ്രവർത്തനങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിഞ്ഞു? ഇവരെയൊക്കെ മാറ്റി ക്യാമ്പുകളിലേക്കോ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കോ മാറ്റാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിർമ്മാണ കമ്പനി അടക്കമുള്ളവർ ഉത്തരവാദികളാണ്.